പിന്നെ ഒരു വലിയ കോഴി വളപ്പിൽ ചത്ത പോലെ കിടക്കണം, ഒരു മിടുപ്പ് മാത്രമേ ഉള്ളൂ കണ്ണടച്ച്. അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു. അതപ്പോൾ ചാവും തന്നെ വിചാരിച്ചായിരുന്നു. അതിന് ഷീറ്റൊക്കെ വിരിച്ച് വീട്ടിൽ അവിടെ കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ട് ഓരോ ദിവസവും അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മ എങ്ങനെയാണ് ഒരു വലിയ കോഴിക്ക് തീരെ വയ്യ, ഒരു ചെറിയ മിടുപ്പേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് കിട്ടാനുള്ള ഭഗവാൻ എടുക്കളാഞ്ചം എടുക്കും, നമുക്ക് കിട്ടാളാഞ്ചം കിട്ടും. അപ്പം ഞാൻ ചെയ്യണ പോലെ അതേപോലെ ചെയ്താൽ മതി പറഞ്ഞു അമ്മ. അതേപോലെ തന്നെ അതിന് 3 നേരം വെള്ളം കുടിക്കാനൊന്നും പറ്റില്ല. ഞാൻ കോരി വായയിൽ ഇങ്ങനെ കൊടുക്കും. 3 നേരം അതുപോലെ കൽക്കി മന്ത്രം ചൊല്ലി കൊടുക്കും. ഓരോ ദിവസം 3 ദിവസം കൊണ്ടാണ്. ഒരു ദിവസം കിടക്കുമ്പോൾ ചത്തിട്ട് തന്നെ കിടക്കണമല്ലോ. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു, മൂത്ത മോൾക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ചെന്നിട്ട് ഇതിനൊക്കെ കൊടുത്തത് അങ്ങനെ തന്നെ ഷീറ്റ് വെച്ച് കിടത്തിക്കുക. കാലുകൊണ്ട് ചെന്നിട്ടൊന്നിങ്ങനെ തട്ടി വെക്കും. അപ്പോൾ ആ കോഴി കുറച്ചൊന്നും ഇങ്ങനെ തല പൊന്തിക്കും. അങ്ങനെ തന്നെ അവിടെ തന്നെ വെക്കും. അങ്ങനെ കുറേശ്ശെ ആയിട്ട് പിന്നെ വായിൽ വെള്ളം കൊടുക്കണം. വെള്ളം ഇങ്ങനെ കൊടുക്കുമ്പോൾ വന്ന് കയ്യിൽ വന്നിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ കാട്ടി കൊടുക്കുമ്പോൾ അതിന് സ്വയം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും 3 ദിവസം കൊണ്ട് 3 ദിവസം ഞാൻ അതേപോലെ തന്നെ ചെയ്തു. അങ്ങനെ ജീവ വെച്ച് വന്നു. പിന്നെ പതുക്കെ പാത്രത്തിൽ നിന്ന് വന്നിട്ട് പതുക്കെ നടന്ന് കൊത്തി തിന്നു. പിന്നെ പതുക്കെ 3-ാമത്തെ ദിവസം പതുക്കെ ഇറങ്ങി പുറത്ത് പോയി. ആ ഫുള്ളായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ.